ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കഫ്താൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നൈറ്റി ബിറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ കുർത്തിയൊക്കെ കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ വീതിക്കാണ് മടക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ അങ്ങനെയല്ല. ആദ്യം ഫുള്ളായിട്ട് ഒന്ന് നീളത്തിൽ മടക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ നീളത്തിൽ തന്നെ രണ്ടായിട്ട് മടക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു പേപ്പറിൽ കാണിക്കാം. സാധാരണ നമ്മൾ കുർത്തി കട്ട് ചെയ്യാൻ എടുക്കുന്നത് ഇതുപോലെ വീതിക്കൊന്ന് മടക്കി പിന്നൊന്ന് ഫുള്ളായിട്ട് മടക്കി ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം നീളത്തിലൊന്ന് മടക്കുക, അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റായിട്ട് ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുക. ആ ഒരു കട്ടിങ് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ പേപ്പറിൽ കാണിച്ചതുപോലെയാണ് ഇവിടെ ഞാൻ മടക്കി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ വേണ്ടത് ആകെ ഒരു അളവാണ്. അതായത് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും മാത്രം മതി നമുക്കിവിടെ. അത് നമുക്ക് അടയാളപ്പെടുത്താം. 2.5 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലേത് ഒരു വി നെക്കും ബാക്കിലേത് ഒരു സ്ക്വയർ നെക്കുമാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ നെക്കിന് വേണ്ടി 6 ഇഞ്ച് ലെങ്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അത് നിങ്ങൾ മറന്നു പോകരുതേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിലെ വി നെക്ക് ഒന്ന് അടയാളപ്പെടുത്താം. ഇതുപോലെ ഒരു വി ആണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു വി വരച്ചിട്ട് അതിനെ ഒന്ന് കർവ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വിഡ്ത്തിലാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പീസ് ഫ്രണ്ടിലത്തെ പീസ് തുണിയെ ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കയ്യിലിങ്ങനെ പൊക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരുമിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്ത് എടുക്കരുതേ. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ട് നമുക്ക് ബാക്കിലത്തെ അളവുകൾ മാർക്ക് ചെയ്യാം. ബാക്കിലും 2.5 ഇഞ്ച് തന്നെയാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. ലെങ്തായിട്ട് കൊടുക്കുന്നത് 5.5 ഇഞ്ചിലാണ്. ഇനി അതൊരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ട് ആ സ്ക്വയർ തന്നെ നമുക്കങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിത് 2 നെക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ആ ഒരു നെക്ക് പീസിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് നോച്ചിട്ട് കൊടുക്കണം. കാര്യം നമുക്കതൊന്ന് പിടിച്ചു വെക്കുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. കാര്യം ഇത് സാധാരണ പോലെ നമ്മൾ ഷോൾഡർ ഒന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവത്തില്ല. അതിന് വേണ്ടിയാണേ. ഇനി താഴേക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തേക്ക് 8 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും ഇപ്പുറത്തെ വശത്തേക്ക് 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ആയിട്ട് ആ 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നന്നായിട്ട് മെലിഞ്ഞ ഒരാളാണെങ്കിൽ 5 6 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം. അതല്ല കുറച്ച് ഒരു മീഡിയം സൈസ് വണ്ണമൊക്കെ ആണെങ്കിൽ 4 ഇഞ്ചോ ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാവേ. അങ്ങനെ ഞാൻ ആ 4 ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ഞാൻ കാണിക്കാൻ മറന്നുപോയി. 47 ഇഞ്ചിലാണ് നമ്മളിതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ടോപ്പിൻ്റെ ലെങ്ത് അത് ഞാൻ ആ 47 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരു ബാൻഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഞാൻ മുകളിൽ നിന്നും താഴേക്ക് 15 ഇഞ്ചിലാണ് ആ ഒരു ലെങ്ത് ബാൻഡിന് വേണ്ടിയുള്ള ലെങ്ത് വെക്കേണ്ട സ്ഥലം മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തു കൂടി ഒരു ഇഞ്ച് കൂടുന്നു. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം മറന്നുപോയി. നമ്മൾ ആ ഒരു കൈക്കുഴി മാർക്ക് ചെയ്തല്ലോ, അത് ഇങ്ങനെ സ്ലോപ്പ് പോലെ ഒന്ന് വരച്ച് താഴേക്ക് ഫുള്ള് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തിടാം. ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് എടുക്കുന്നുണ്ട്.
അത് താഴേക്ക് വരുമ്പോൾ ആ 4 ഇഞ്ച് തന്നെ അല്ല ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് സ്ലോപ്പ് പോലെ വന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു വിഡ്ത്ത് കുറച്ച് ആയിട്ടാണ് ആ ഒരു എൻഡിലേക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യം, 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ ഇപ്പുറത്ത് നിന്നായിട്ട് ഒരു 1 ഇഞ്ച് അകത്തേക്കൊന്ന് മാർക്ക് ചെയ്യുക. അതായത് ആ ഒരു ഭാഗം നമ്മൾ ഷേപ്പ്, അതായത് സ്റ്റിച്ച് കൊടുക്കില്ല, ആ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ആയിരിക്കണം, ആ 1 ഇഞ്ച് എന്ന് പറയുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് ഞാൻ ആ ഒരു 15 ഇഞ്ചിനെ അങ്ങോട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ വശത്തേക്ക് നമുക്ക് ഈ മാർക്കിങ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കൈവച്ച് ഒന്ന് പിടിച്ച് വെച്ച് ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത അതേ മാർക്കിങ് അപ്പുറത്തേക്കും ട്രേസ് ചെയ്യുവാണേ. അത് നമുക്കിത് ആ കൈക്കുഴിയുടെ ഭാഗം ചെയ്തതും ബാക്കി 4 ഇഞ്ച് മാർക്ക് ചെയ്തതും എല്ലാം ഒരുപോലെ അങ്ങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ നേരത്തെ അവിടെ മാർക്ക് ചെയ്തതുപോലെ തന്നെ ആ 15 ഇഞ്ച് ഇവിടെ ഞാൻ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒരു ഇഞ്ച് കൂടെ കൂട്ടിയെടുത്ത് 5 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അതും അങ്ങോട്ട് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈനായിട്ട് എടുക്കുവാണേ. ഇപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കട്ടിങ് പരിപാടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് അടിച്ച് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, നെക്ക് അടിച്ചെടുക്കുന്നതിന് വേണ്ടി കുറച്ച് ക്രോസ് പീസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്ത് ഒന്നിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ നല്ല വശം വെച്ചൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഞാനത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തെ നല്ല വശം വെച്ച് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആ വി നെക്കിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നിടത്തൊക്കെ വരുമ്പോൾ നമ്മുടെ സൂചി കുത്തി നിർത്തി ഫൂട്ടർ പൊക്കിയിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ച് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഭാഗത്തെ ആ ഒരു സ്ക്വയറിൻ്റെ കോർണർ വരുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി ഫൂട്ടർ പൊക്കി ഇട്ട് വേണം ഇങ്ങോട്ട് തിരിച്ച് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ഭാഗം എത്തുമ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തിട്ടതിനേക്കാളും അതിൻ്റെ ഓവറായിട്ട് കുറച്ചുകൂടെ അകത്ത് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ഒരു എൻഡ് പൊസിഷൻ ആ ഒരു പാർട്ട് തയ്ച്ച് വെക്കേണ്ടത്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ കോർണർ ഭാഗങ്ങളൊക്കെ ഒന്ന് കുഞ്ഞു കട്ട് കൊടുത്ത് എടുക്കാം. കാര്യം നമുക്ക് തിരിച്ചിട്ട് പതിച്ചടിക്കേണ്ടതുണ്ട്. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഇനി നമുക്കിത് അകത്തേക്ക് വെച്ചിട്ട് പതിച്ചടിക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് പതിച്ചടിക്കണേ. അപ്പോൾ നമ്മൾ അതങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡാണ് വെക്കേണ്ടത്. ബാൻഡ് വെക്കുന്നതിന് വേണ്ടി ഞാനിതിവിടെ ഒരു 2.5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇതുപോലെ 3 വശത്തിൻ്റെ അരിക് ഇതുപോലെ ഒന്ന് ഒറ്റ മടക്ക് മതി, ഒറ്റ മടക്ക് അടിച്ച് നമുക്ക് എടുക്കാം. അതിനുശേഷം ആ അടിച്ചെടുത്തതിനെ നമ്മുടെ ആ നൈറ്റി തുണിയുടെ അകവശത്തോട്ടാണ് ഈ ഒരു ബാൻഡിനെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട്, ആ ഭാഗത്തേക്ക് ഇതിനെ വെക്കുക. ഇതിൻ്റെ നല്ല വശം, അതായത് മോശം വശം തമ്മിലാണ് നമ്മൾ അടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ അടിക്കരുത്. രണ്ടിൻ്റെയും എൻഡ് പൊസിഷൻ ഉണ്ടല്ലോ ആ അരികു ഭാഗം വെച്ചിട്ട് വേണം അടിച്ചെടുക്കേണ്ടത്. ചുളിവൊന്നും വരാണ്ട്, അതായത് നമ്മൾ വെക്കുന്ന ബാൻഡിനും ചുളിവ് വരരുത്, ആ ഒരു മെയിൻ പീസിനും ചുളിവൊന്നും വരാണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുക.
അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ സ്റ്റിച്ച് കൊടുക്കരുതേ. ഞാനിപ്പോൾ നമ്മുടെ സൂചി പൊക്കി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനവിടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ആ ഒരു എൻഡ് ഭാഗത്ത് കൊണ്ടുവന്നിട്ട് പതിച്ചടിച്ച് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് അടിച്ച് ഇപ്പുറത്തെ വശത്തേക്ക് വരാം. കണ്ടോ, അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തുക. ഞാൻ ദാ ഈ ഭാഗം അടിക്കുന്നില്ല, അതൊന്നുകൂടെ ഞാൻ പറയുവാണേ. അപ്പോൾ നമുക്കത് ഇവിടെയും നല്ല ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്, ഇവിടെയും ഓപ്പണായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇതിലേക്കൂടെയാണ് നമുക്ക് ആ ഒരു ഡോറി കയറ്റി ഇറക്കി കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ മറ്റേ വശവും ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ രണ്ട് വശത്തിൻ്റെയും താഴ്ഭാഗം ഇതുപോലെ മടക്കി അടിക്കുവാണേ. രണ്ട് ഭാഗത്തിൻ്റെയും താഴ്ഭാഗം ഇതുപോലെ മടക്കി അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ തുണിയുടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് ഷേപ്പിന് വേണ്ടി പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. താഴ്ഭാഗത്തിൻ്റെ അരികുകൾ തമ്മിൽ പിടിച്ച് വെച്ചിട്ട് വേണം നമുക്കിവിടെ കൈക്കുഴി ഭാഗമൊക്കെ ലെവലിൽ കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കുർത്തിക്ക് ചെയ്യുന്ന പോലെ അകവശത്തല്ല നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ മെയിൻ ഫ്രണ്ട് വശത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 8 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ ഒപ്പം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അല്ലാണ്ട് മുകളിൽ നിന്നേ ഒപ്പം പിടിക്കാൻ ഒരിക്കലും നോക്കരുത്. നമ്മുടെ ആ ഒരു താഴ്ഭാഗം പിടിച്ച് വെച്ചിട്ട് വേണം പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ലെവലിനെ നമ്മുടെ കയ്യിലെത്തിക്കാൻ. എന്നിട്ട് നമ്മൾ ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തുകൂടെ ആ ഒരു ലൈനിൽ കൂടെ നമുക്ക് അങ്ങോട്ട് താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയോ എന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 ഇഞ്ച് താഴോട്ടെത്തുമ്പോൾ വീതി കുറച്ചാണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ആ കുറച്ച ഭാഗത്തേക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ട് കൊണ്ട് നിർത്തണം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനിയാണ് നമ്മുടെ ഡോറി ഇടേണ്ടത്. അപ്പോൾ നമ്മളിത് അകത്ത് ബാൻഡിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ബാൻഡിൻ്റെ സെൻറ്റർ കാണുക കേട്ടോ. അത് ഇതുപോലെ വെച്ചിട്ട് സെൻറ്റർ കാണുക. എന്നിട്ട് അവിടെ നമുക്കൊരു ഹോള് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹോള് കൊടുക്കാൻ നേരത്ത് ആ ഒരു മെയിൻ തുണി മാത്രം ഇങ്ങനെ വിടിയിച്ചെടുക്കണം. നമ്മുടെ ആ ഒരു ബാൻഡിൽ ഈ ഒരു കട്ട് കൊണ്ടുവരരുത്. അതിനെ ഇങ്ങനെ ബാക്കിൽ നിന്ന് വിടിയിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്നെടുത്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഡോറി അകത്തൂടെ കയറി ഇറങ്ങണമല്ലോ, അതിനാണ് ഈ ഒരു ഹോള്. അതിന് നമുക്കൊന്ന് സാധാരണ സൂചി നൂലും വെച്ചൊന്ന് നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഡോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഹോളിൽ കൂടെ അകത്തോട്ട് കയറ്റി വെളിയിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ആ ഒരു ബാൻഡിൻ്റെ അകത്തൂടാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഡൗട്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കറക്റ്റായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഒരു ഹോളിൽ കൂടെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു ബാക്കിലത്തെ ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ഓപ്പണിങ്, അതിലേക്ക് കയറ്റി എടുക്കുക. ആ ബാക്കിലത്തെ ഭാഗത്തിൻ്റെയും ഓപ്പണിങ്ങിൻ്റെ ഭാഗം കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കണേ. കണ്ടോ, ബാക്കിലത്തെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ആ ഫ്രണ്ടിലത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ആ ഫ്രണ്ടിലത്തെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രണ്ടിൽ കൊടുത്ത ഹോളുണ്ടല്ലോ, അതിലേക്കൂടെ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. കണ്ടോ, ആ വെളിയിലത്തെ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിലേക്കൂടെ വെളിയിലേക്ക് കൊണ്ടുവരുവാണേ. ഇനി നമുക്കതൊന്ന് കെട്ടിട്ട് കൊടുത്ത് കറക്റ്റ് അളവിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കഫ്താൻ കുർത്തിയുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആളെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാവേ. അപ്പോൾ എന്തായാലും
നമുക്കത് ലെവലാക്കി എടുക്കാം. അപ്പോൾ ആളിതാ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഷേപ്പിന് ഇതിനെ നമുക്ക് വലുതാക്കിയും ചെറുതാക്കിയും എടുക്കാം. ബാക്ക് പോർഷനൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൊന്ന് പറയുക കൂടെ ചെയ്യണേ. നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബായ്.